ഹായ് നിങ്ങളൊക്കെ പോലെ അതെ നോയമ്പൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ കുരിശിന്റെ വഴി ചെല്ലി പ്രാർത്ഥിക്കാറുണ്ടോ? വലിയ ശ്രമിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നോയമ്പ് കാലത്ത് ഭയങ്കര അനുഗ്രഹമാണത്. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ കുരിശിന്റെ വഴിയിലെ 1-ാം സ്ഥലത്തും 3-ാം സ്ഥലത്തും നമുക്ക് 2 കുഞ്ഞു പ്രാർത്ഥനകൾ കാണാൻ പറ്റും. അത് നമുക്ക് നോക്കിയാലോ? എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ സമുചിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണേ. ഇനി 3-ാം സ്ഥലത്തിലെ പ്രാർത്ഥന കേട്ടോ. കർത്താവെ, ഞാൻ വഹിക്കുന്ന കുരിശിന് ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണ് പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. അപ്പൊ ഈ 2 പ്രാർത്ഥന നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയേ. നമ്മുടെ എല്ലാ ജീവിതത്തിലും ഈശോ സഹിച്ച അത്രയും വേദനയോ കുരിശോ അത്ര സഹനങ്ങളോ ഒന്നും ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു വേദനയും കുഞ്ഞു കുഞ്ഞു സഹനങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഇല്ലേ? ചിലപ്പോൾ അത് സാമ്പത്തികമായിട്ടാവാം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാവാം, ജോലി മേഖലയിലെ പ്രശ്നങ്ങളാവാം, പഠന മേഖലയിലെ പ്രശ്നങ്ങളാവാം. അതും അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഒറ്റപ്പെട്ടിരിക്കുമായിരിക്കും. നമ്മൾ ആരും ഉണ്ടാവില്ല, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, ആരും നമ്മളെ സ്നേഹിക്കാനില്ല. എല്ലായിടത്തുനിന്നും കുറ്റപ്പെടുത്തലും പരിഹാസവും ഒറ്റപ്പെടുത്തലും ഒക്കെ മാത്രം. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറ്റുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാലും ശ്രമിക്കുക. ഞാൻ ശ്രമിക്കാറുണ്ട്. 2-ാമത്തെ കാര്യം, ഞാൻ പ്രാർത്ഥിച്ചിരുന്ന 2 വരി പ്രാർത്ഥന നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോട്ടോ. ഈശോയെ, ഈ സാഹചര്യങ്ങളെല്ലാം മാറ്റാൻ നിനക്ക് പറ്റും. ഈശോ, ഇവരുടെ എല്ലാം മുന്നിൽ നിനക്ക് എന്നെ ഉയർത്തി നിർത്താൻ പറ്റും. ഈശോയെ, ഇവരുടെ എല്ലാം മുന്നിൽ നീ എന്നെ ഉയർത്തി നിർത്തണേ. അന്നത് പ്രാർത്ഥിച്ചപ്പം ഇത് ഇത്രയും വലിയ വിലയുള്ള പ്രാർത്ഥന അതെയോ അത് കാണുന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ടൊരു വചനം കൂടി ഉണ്ടെന്ന് ഞാൻ ഈ ഇടയ്ക്കാ തിരിച്ചറിഞ്ഞത്. സങ്കീർത്തനങ്ങൾ 89:24. എന്റെ വിശ്വസതയും കാരുണ്യവും അവനോട് കൂടി ഉണ്ടായിരിക്കും, എന്റെ നാമത്തിൽ അവൻ ശിരസ് ഉയർത്തി നിൽക്കും. അപ്പം ഇന്ന് ഞാനത് മനസ്സിലാക്കുമ്പോൾ ഈശോ ആ പ്രാർത്ഥനയ്ക്ക് അത്രയും വില കണ്ടിരുന്നു. ഈശോ കണ്ണുനീരിന് വില കണ്ടിരുന്നു. അപ്പം ഇന്ന് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ദൈവകൃപയും ദൈവ അനുഗ്രഹവും ദൈവത്തിന്റെ കാരുണ്യമാണ്. അപ്പം നമ്മൾ വിചാരിക്കുക ഒരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ വിഷമങ്ങളിൽ നമ്മൾ വീണു പോകരുത്. ഈശോട് ചേർന്ന് നിൽക്കുക, പ്രാർത്ഥിക്കാൻ മടുപ്പ് കാണിക്കരുത്. ഈശോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുക. എല്ലാം അനുഗ്രഹമായിട്ട് വരും. ഈ സമയം എല്ലാം മാറും. സന്തോഷമുള്ള സമയം വരും. അപ്പൊ ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബൈ.